ഹലോ വെൽക്കം ബാക്ക് ടു എജു പ്ലസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാട്രിയാർക്കി ആൻഡ് ജെൻഡർ എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ എന്താണ് ജെൻഡർ റോൾസ് എന്താണെന്നൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് അതിനേക്കാൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാട്രിയാർക്കി ആൻഡ് ജെൻഡർ എന്നുള്ളത്. അപ്പോൾ ഈ ജെൻഡറിൻ്റെ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ ടോപ്പിക്സും നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വാദോരാതെ സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, നമുക്ക് നോളജൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ എക്സാമിന് കുറച്ചും കൂടെ പിൻ പോയിൻ്റ് ആയിട്ട് നമ്മൾ പോയിൻറ്റ്സിനെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ക്രിസ്പായിട്ട് ടു ദ പോയിന്റ് നമ്മൾ ആൻസർ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ നല്ല രീതിയിൽ വായിക്കണം. ഇതിലിങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാനൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല, പക്ഷെ ഒരു വൈഡായിട്ടുള്ള റീഡിങ് ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരം പേപ്പറുകളൊക്കെ നമുക്കുള്ളൊരു ഔട്ട്ലുക്കൊക്കെ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ സാഹചര്യത്തിനോടുള്ള നമ്മുടെ ഒരു ഔട്ട്ലുക്കൊക്കെ എന്താണെന്നുള്ളതൊക്കെ കാണിക്കാം. അപ്പം നല്ലൊരു വൈഡ് റീഡിങ്ങും വൈഡ് എക്സ്പോഷറും ഒക്കെ ഇത്തരം പേപ്പറുകളിൽ അത്യാവശ്യമാണ്. എന്നാലാണ് നമുക്ക് ആൻസർ ഷീറ്റ് കുറച്ചും കൂടെ റിച്ച് ആവുള്ളൂ, പോയിന്റ് വൈസ് റിച്ച് ആവുള്ളൂ. പിന്നെ പാട്രിയാർക്കിയും ജെൻഡറും എന്താണെന്ന് നോക്കാം. പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് ഫാദർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. റൂൾ ഓഫ് ഫാദർ എന്ന് പറഞ്ഞാൽ മെയിൽ ഡോമിനൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഫാമിലി സെറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ അച്ഛനായിരിക്കും ഗൃഹനാഥൻ, അച്ഛൻ എല്ലാം പറയും, അതിനനുസരിച്ചിട്ട് ബാക്കി അമ്മയായാലും കുട്ടികളായാലും ബാക്കി ആ വീട്ടിലെ മെമ്പേഴ്സൊക്കെ അച്ഛനെ കേൾക്കാം. അതായത് മെയിൽ ഡോമിനൻസ് എന്നുള്ളതാണ് ഫാദർ ഓഫ് റേസ് എന്നുള്ള അർത്ഥം വരുന്ന പാട്രിയാർക്സ് എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പാട്രിയാർക്കി എന്നുള്ള വേർഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് മെയിൽ ഡോമിനേഷനാണ് ഇത് കാണിക്കുന്നത്. മറ്റെല്ലാവരിൽ നിന്നും മറ്റ് ജെൻഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ മെയിൽ പുരുഷന്മാരാണ് ഏറ്റവും ഡോമിനേറ്റിംഗ് ആയിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് എന്നൊക്കെ കാണിക്കാനാണ് ഈ പാട്രിയാർക്കി എന്നുള്ളത് വേർഡ് സിമ്പൽ ചെയ്യണത്. ഇപ്പോൾ ജെൻഡർ റോൾസുമായിട്ട് ഇത് വളരെയധികം ലിങ്ക് ചെയ്തിട്ടുണ്ട് ഈ പാട്രിയാർക്കി. നമ്മൾ ജെൻഡർ റോൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലായാലും ഒരു കാസ്റ്റ് റിലീജിയൻ കൾച്ചറൊക്കെ എടുത്തു കഴിഞ്ഞാലും പൊതുവെ നിലനിന്നിരുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ചാൽ പുരുഷന്മാർ ഒരു പടി മുകളിലായിരിക്കും മറ്റുള്ള ജെൻഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. എത്ര തന്നെ ആയാലും പുരുഷന്മാർ നമ്മൾ എത്ര ഈക്വൽ സ്പേസിലുള്ള ഫാമിലി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അച്ഛനും അമ്മയും കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വിവാഹക്കാര്യമൊക്കെ ആയിട്ട് ഉള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് നിന്നിട്ട് തീരുമാനം എടുക്കില്ല, അല്ലെങ്കിൽ അമ്മയുടെ സൗണ്ടിൽ അത് പുറത്തേക്ക് വരില്ല. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നൊരു ഫാമിലി ആയിട്ടൊരു ഗെറ്റ് ടുഗദർ വെച്ചിട്ട് അവർ സംസാരിക്കുകയാണ്, രണ്ട് ഫാമിലീസും കൂടെ സംസാരിക്കുകയാണെങ്കിൽ പോലും അവിടെ ഒരു ഡോമിനൻസ് ഒക്കെ അച്ഛൻ തന്നെ ആയിരിക്കും. ഓഫ് കോഴ്സ് അവർ തമ്മിൽ അച്ഛനും അമ്മയും തമ്മിലൊക്കെ ഒരു ചർച്ച നടത്തി അവരൊരു എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൽ അവരൊരു കോംപ്രമൈസിലൊക്കെ എത്തി അവർ തമ്മിലൊരു തീരുമാനമൊക്കെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് കാണാൻ പറ്റും, കൃത്യമായിട്ട് കാണാൻ പറ്റും എത്ര നമ്മൾ ഈക്വൽ സ്പേസിലാണ് നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു മെയിൽ ഡൊമിനൻസ് ഉണ്ടാവും. അതാണ് ഈ പറയുന്നത് ജെൻഡർ റോൾസുമായിട്ട് ഈ പാട്രിയാർക്കി വളരെയധികം റിലേറ്റഡ് ആണ്. ഈ പുരുഷന്മാരായിരിക്കും അവിടുത്തെ ബ്രെഡ് വിന്നേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ബ്രെഡ് വിന്നേഴ്സ് അല്ലെങ്കിൽ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്, ഹണ്ടേഴ്സ് എന്നൊക്കെയുള്ള ഒരു പവർ ഹോൾഡേഴ്സ് എന്നൊക്കെയുള്ള റോളുകളിൽ വരുന്നത് പാട്രിയാർക്കി സിസ്റ്റത്തിൽ അത്തരം റോളുകളൊക്കെ വഹിക്കുക പുരുഷന്മാരായിരിക്കും. സ്ത്രീകൾ സബോർഡിനേറ്റ് ആയിട്ടാണ് വരിക. പുരുഷന്മാർക്ക് സബോർഡിനേറ്റ് ആയിട്ട് മറ്റ് മെയിൽ ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല കുട്ടികളെ എടുത്തു കഴിഞ്ഞാലും കുട്ടികൾ തന്നെ പെൺകുട്ടികൾ അധികം കാലമൊന്നും ഇങ്ങനെ സെർവ് ചെയ്യില്ല. അമ്മമാരായാലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. നീ പെൺകുട്ടിയാണ്, നീ ഒറ്റയ്ക്ക് ചെയ്തോ എന്നുള്ള ലെവലിലേക്ക് വരും. കുറച്ചൊന്ന് ഒരു 5-6 വയസ്സ് വരെയൊക്കെ തന്നെ അവരെ അങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുള്ളൂ. അപ്പോൾ വിമൻ എന്ന് പറയുന്നത് ഒരു പാട്രിയാർക്കി സൊസൈറ്റിയിൽ അവർ മറ്റ് മെയിലായിട്ടുള്ള ഫാമിലിയിലുള്ള മറ്റ് മെയിൽ ആയിട്ടുള്ള ആൾക്കാരുകളൊക്കെ എന്ത് ചെയ്യും, അവരെ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകലാണ് ഈ പാട്രിയാർക്കി സൊസൈറ്റിയിൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മുടെ ചെറുപ്പത്തിൽ അച്ഛന്മാരെ അനുസരിച്ചിട്ടും, പെൺകുട്ടികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ അച്ഛന്മാരെ അനുസരിച്ചിട്ടും യൗവനത്തിൽ ഭർത്താവിനെ അനുസരിച്ചിട്ടും വാർദ്ധക്യത്തിൽ മക്കളെ, അതായത് മകനെ അനുസരിച്ചിട്ടുമാണ് ഒരു സ്ത്രീയുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടതെന്ന് പറയുന്നത്. അതുതന്നെയാണ് ഈ പാട്രിയാർക്കി സൊസൈറ്റി റിസംബിൾ ചെയ്യുന്നത്. അതായത് അതിലെ സ്ത്രീകളുടെ അവസ്ഥ ഏതെങ്കിലും ഒരു ആണിനെ, അത് അച്ഛനായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ മകനായിക്കോട്ടെ, ഈ ആണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയായിരിക്കും പാട്രിയാർക്കി സൊസൈറ്റിയിൽ പെൺകുട്ടികൾക്ക് ഉണ്ടാവുക. പിന്നെ ഇത് ബോത്ത് സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കൺസ്ട്രക്റ്റ് ആണ്. ഒരു ഐഡിയ വൈസ് ഉണ്ടായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ അവരുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഈ പാട്രിയാർക്കി എന്ന് പറയുന്നത്. ഇനി അവിടെ നമ്മളിപ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ ഒബീഡിയൻ്റ് അല്ല, ഈ
പുരുഷന്മാർ പറയുന്നത് അല്ലെങ്കിൽ ആൺകുട്ടികൾ പറയുന്നത് കേട്ട് അനുസരിച്ച് അവർ പറയുന്നത് എന്തായാലും അത് ശിരസാവഹിച്ച് അനുസരിച്ചുകൊണ്ടിരിക്കുകയല്ല പെൺകുട്ടികൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് കാണുക. വളരെ മോശം രീതിയിലൊക്കെയാണ് അവരെ ട്രീറ്റ് ചെയ്യുക. അഹങ്കാരികളായിട്ടും തൻ്റേടികളായിട്ടും അല്ലെങ്കിൽ തർക്കുത്തരം പറയുന്നവരായിട്ടൊക്കെ കണ്ടിട്ട് അവനവൻ്റെ അഭിപ്രായം അവൻ പറയണ്ടാവുക, സ്വന്തം ജീവിതത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയണ്ടാവുക, പക്ഷെ അത് തർക്കുത്തരമായിട്ട് കാണുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ ആ രീതിയിലൊക്കെയാണ് പെൺകുട്ടികളെ കാണുക. പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ആൺകുട്ടികളെ പ്രസവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവളെ ഒരു വല്ലാത്തൊരു രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യും പെൺകുട്ടികളെ. അപ്പം നിങ്ങൾ ഒരു സിനിമ ഉണ്ടല്ലോ ആദ്യത്തെ കൺമണി എന്ന് പറഞ്ഞിട്ട്, അതിൽ KPSC ലളിത എന്ന് ചെയ്യുന്ന ക്യാരക്ടർ അവർക്കും മൂന്നോ നാലോ ആൺപിള്ളേരാണ്, എല്ലാ ആൺപിള്ളേർ, അവർ ചെയ്യുന്ന ക്യാരക്ടറിന് എല്ലാ ആൺപിള്ളേരാണ്. ആ ആൺപിള്ളേരൊക്കെ കല്യാണം കഴിയുമ്പോൾ അവർക്കൊക്കെ ആൺകുട്ടികൾ വേണം. ഇങ്ങനെ ആൺകുട്ടികൾ ഉണ്ടെങ്കിലാണ് അവർ കുറേ സ്വത്തും മുതലും ഉണ്ട്. ആ സ്വത്തൊക്കെ അവർക്ക് ആ ഉണ്ടാവുന്ന ആൺകുട്ടി ഉണ്ടാവുന്ന ആ ഫാമിലിക്ക്, ആ മകൻ്റെ ഫാമിലിക്കാണ് കൊടുക്കുക, അല്ലെങ്കിൽ ആ പേരക്കുട്ടിയുടെ പേരിലാണ് എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞിട്ട്. സ്വത്ത് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതിൽ KPSC ലളിതയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്, ഒരു ഡയലോഗ് ഉണ്ട്, കുറച്ച് ഇറിറ്റേറ്റിങ്ങും സ്ട്രൈക്കിങ്ങുമാണ്. അതായത് ഒരു ആൺകുട്ടീനെ പ്രസവിക്കാൻ കഴിയാത്തവൾ വളരെ ശപിക്കപ്പെട്ടവളാണെന്നുള്ള രീതിയിൽ ഒരു സ്ത്രീ ആയിരുന്നിട്ട് കൂടി മറ്റ് സ്ത്രീകളെ ഇങ്ങനെ ആ രീതിയിലൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിൽ. അപ്പോൾ അത് ആ സിനിമ നമ്മുടെ സൊസൈറ്റീനെയാണ് റിസംബിൾ ചെയ്യുന്നത്. സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന മുന്നുണ്ടായിരുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യങ്ങളെയാണ് അത് റിസംബിൾ ചെയ്യുന്നത്. അതായത് ആൺകുട്ടികളെ പ്രസവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബയോളജിക്കലിയും സയൻറ്റിഫിക്കലും എടുത്തു കഴിഞ്ഞാൽ കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളതിൽ വളരെ ചെറിയൊരു റോളാണ് ഈ സ്ത്രീകൾ വഹിക്കുന്നുള്ളൂ. അതിലെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് പുരുഷന്മാരാണ്, അവരുടെ ക്രോമസോമുകളും കാര്യങ്ങളാണ്. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെയൊക്കെ കുറ്റം പേറേണ്ടത് സ്ത്രീകളാണ്. അങ്ങനെ പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ പെൺകുട്ടിയാണെങ്കിൽ കുറച്ചൊക്കെ സഹിക്കും, രണ്ടാമതും പെൺകുട്ടി ഉണ്ടാകുമ്പോൾ ഭയങ്കര പ്രശ്നം, മൂന്നാമതുണ്ടാവുക ചൈനയ്ക്ക പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിൽ അതിൻ്റെ പേരിൽ ഡിവോഴ്സസ് വരെ നടക്കുന്ന സിറ്റുവേഷൻ ഇപ്പോൾ പോലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പാട്രിയാർക്കി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അതേപോലെ വിഡോസ് ഇപ്പം അധികം ഇല്ല, പക്ഷെ പണ്ടത്തെ കാലത്തൊക്കെ എന്തുണ്ടാവും, ഈ വിധവകളായിട്ടുള്ളവർക്ക് അവരെ മൊത്തത്തിൽ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തും. വെള്ള സാരി ഉടുക്കണം, പിന്നെ ആഭരണങ്ങൾ ധരിക്കാനോ കുറച്ചൊന്നും ഒരുങ്ങി നടക്കാനോ അങ്ങനെയൊന്നും പാടില്ല. ചിലർക്ക് അതിന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതിനൊന്നും പാടില്ല. അവരെ മൊത്തത്തിലൊന്ന് സോഷ്യലി എക്സ്ക്ലൂഡഡ് ആക്കും, ഒന്ന് അടച്ച് ഒരു കൂട്ടിലകപ്പെട്ട പോലെ ആ രീതിയിലായിട്ട് പോകും. അവർക്കൊരു റീമാരേജിനുള്ള ചോയ്സസ് ഒക്കെ കുറവാണ്. ഇന്നത്തെ കാലത്തും ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു വിഡോ ആയിക്കഴിഞ്ഞാൽ റീമാരേജ് ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവർക്ക് പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഇനി അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അവൾക്ക്, അല്ലെങ്കിൽ അവൾക്ക് ജോലി ഇല്ലേ, പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, ഇത്ര സ്വത്തില്ലേ, അത് വെച്ച് ജീവിച്ചാൽ പോരെ, കാശില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ മറ്റൊരാളുടെ വളരെ പേഴ്സണലായിട്ടുള്ള സ്പേസിൽ കയറി അഭിപ്രായം പറയും, തീരുമാനം എടുക്കുകയും ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രവണതയൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഈ പാട്രിയാർക്കിയുടെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് വേണം പറയാം. ഇനി മാട്രിയാർക്കി എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ഈ പാട്രിയാർക്കി സിസ്റ്റത്തിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമുള്ള പരിപാടിയാണ് ഈ മാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ. അത് തന്നെ നമ്മുടെ ഒഴിമുറി സിനിമ ഉണ്ടല്ലോ, ആ സിനിമയിൽ ശ്വേതാമേനോൻ്റെ ക്യാരക്ടർ ചെയ്ത പോലത്തെ ഒരു സംഗതിയാണ് ഈ മാട്രിയാർക്കി എന്ന് പറയുന്നത്. അതായത് എല്ലാവരുടെയും ഇപ്പോൾ പാട്രിയാർക്കിയിൽ ആണുങ്ങൾ പുരുഷന്മാരെങ്ങനെയാണോ അതുപോലെയാണ് മാട്രിയാർക്കി സിസ്റ്റത്തിൽ സ്ത്രീകൾ, എല്ലാ പവറും സ്ത്രീകൾക്കായിരിക്കും. അത് പൊളിറ്റിക്സിലായാലും എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളായാലും പിന്നെ ഫാമിലിയിലായാലും എല്ലാ മോറൽ അതോറിറ്റി ആയിക്കോട്ടെ, പ്രോപ്പർട്ടിയുടെ കൺട്രോൾ ആയിക്കോട്ടെ. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് പാട്രിയാർക്കി സിസ്റ്റത്തിലൊക്കെ ഇപ്പം അമ്മയുടെ അച്ഛൻ്റെയും സ്വത്തുക്കൾ അവർ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടൊന്നുമില്ലെങ്കിൽ അത് ആൺകുട്ടികൾക്കേ പോകുള്ളൂ, പെൺകുട്ടികൾക്ക് കിട്ടാൻ സാധ്യത കുറവ്. പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പ്രോപ്പർട്ടി കൺട്രോളൊക്കെ ആണുങ്ങൾക്കായിരിക്കും. പക്ഷെ മാട്രിയാർക്കിയിൽ വരുമ്പോൾ ഇതിനൊക്കെ കൺട്രോൾ സ്ത്രീകൾക്കായിരിക്കും. വിമനായിരിക്കും പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുക മാട്രിയാർക്കി സിസ്റ്റത്തിൽ. അവരായിരിക്കും പ്രൈമറി പവർ ഹോൾഡ് ചെയ്യുന്നവർ പെൺകുട്ടികളായിരിക്കും. ഒരു ഗൈനോസെൻട്രിക് ആയിട്ടാണ് അവിടെ, അതായത് സ്ത്രീകൾ കൂടെയാണ് ആ ഫാമിലിയുടെ ലൈൻ പോകുന്നത്, നമ്മുടെ കുടുംബം നിന്നു പോകുന്നത് സ്ത്രീകൾ കൂടെയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഇവിടെയൊക്കെ പറയുന്നതാണ് താവഴി എന്നുള്ള രീതിയിലാണ്. കുടുംബത്തിന് താവഴി എന്നാണ് പറയുക. ഒരു അമ്മ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് പെൺകുട്ടി ഉണ്ടായ അമ്മയുടെ കുടുംബം,
ഇപ്പോൾ ഒബ്വിയസ്ലി അമ്മയും അച്ഛനും വേറെ കുടുംബത്തിൽ നിന്നാവില്ല വരിക, വേറെ വേറെ കുടുംബത്തിൽ നിന്നാവും. അപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അത് അമ്മയുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം കാത്തു പോകുന്ന കുട്ടി, അല്ലെങ്കിൽ അവരുടെ ആ ഫാമിലി ലൈൻ കീപ്പ് ചെയ്ത് പോകുക എന്നുള്ള രീതിയിൽ. ആ പെൺകുട്ടിക്ക് വീണ്ടും പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അവരുടെ കുടുംബം നിലനിന്ന് പോവുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആൺകുട്ടിയാണെങ്കിൽ പിന്നീട് ആ ആൺകുട്ടി കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ വഴിയിലാണ് ആ കുടുംബം നിന്ന് പോകാന്നുള്ളത്. അപ്പോൾ താവഴി സമ്പ്രദായമൊക്കെയാണ് ഇവിടെ നിൽക്കുക മാട്രിയാർക്കിയിൽ. അതായത് പെൺകുട്ടികൾക്കായിരിക്കും ഫുൾ പവറും എല്ലാ രീതിയിലും പ്രിവിലേജ്ഡ് ആയിരിക്കും പെൺകുട്ടികൾ മാട്രിയാർക്കിയിൽ. പാട്രിയാർക്കിയിലെ പോലെ ഒപ്രസ്ഡ് ആയിരിക്കില്ല. ഇനി പാട്രിയാർക്കി ആൻഡ് ജെൻഡർ പറയാം. അതിൽ പാട്രിയാർക്കൽ സൊസൈറ്റിയിലെ മെന്നിൻ്റെ റോള് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. ഡോമിനേറ്റിംഗ് ആയിരിക്കും മറ്റെല്ലാവരെയും. ഇപ്പോൾ ഫീമെയിൽ ആയാലും കുട്ടികളായാലും ഇനി അതല്ലാത്ത ഇതര ജെൻഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നത് മെന്നായിരിക്കും, അതായത് പുരുഷന്മാരായിരിക്കും. ഇപ്പോൾ സോഷ്യലായാലും ഫിസിക്കൽ സ്ട്രെങ്ത് ആയാലും സോഷ്യൽ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ പവറൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പുരുഷന്മാരിലായിരിക്കും. പിന്നെ അതേപോലെ അറേഞ്ച്ഡ് മാരേജും ഡൗറി സിസ്റ്റവും ഇതൊക്കെ വളരെ കോമൺ ആയിരിക്കും, വളരെ നോർമലൈസ്ഡ് ആയിരിക്കും. കോമൺ എന്നുള്ളതിനെക്കാട്ടിലും ഇപ്പം നമ്മൾ വീട്ടിലൊരാൾ വന്നാൽ വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന പോലെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാവും ഈ കല്യാണത്തിന് ഡൗറി വാങ്ങിക്കുക കൊടുക്കുക എന്നൊക്കെയുള്ള സമ്പ്രദായങ്ങളൊക്കെ. ഇനി പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ വിമൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. വിമൻ എന്ന് പറയുന്നത് വളരെ സബോർഡിനേറ്റ് ആയിട്ടുള്ള സബ്മിസീവ് ആയിട്ടുള്ള അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു റോളായിരിക്കും പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ. വളരെ കഷ്ടപ്പാടായിരിക്കും ഇങ്ങനെ മെയിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഫീമെയിലിന് നിന്ന് പോകാമെന്ന് പറയുന്നത്. മെയിലായിരിക്കും ബ്രെഡ് വിന്നേഴ്സ്, പ്രൈമറി പവർ ഹോൾഡേഴ്സ് എന്നൊക്കെ പറയുന്നത് മെയിലായിരിക്കും. അപ്പോൾ അവരുടെ താഴെ ബാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്യാം, പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് 24/7 പണിയെടുത്തുകൊണ്ടിരിക്കുക. കുട്ടികളെ നോക്കുക, കുട്ടികളെ പ്രസവിക്കുക, അവരെ നോക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്നിട്ടും അവരെന്തെങ്കിലും പറയുന്നുണ്ട് തല്ലുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് സഹിച്ചുകൊണ്ടിരിക്കുക. ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഏറ്റവും ദ വേഴ്സ്റ്റ് എന്ന് പറയാവുന്ന സിറ്റുവേഷനാണ്. ഇതൊക്കെ നമ്മൾ ഡിസർവിങ് ആണെന്ന് വിചാരിക്കുന്ന പെൺകുട്ടികൾക്ക്, അങ്ങനെ ഒരു വിചാരം, ആ ഒരു കൺസെപ്റ്റിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ, അതായത് അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും ഉള്ള ഒരു കഴിവോ കപ്പാസിറ്റിയോ ആ സൊസൈറ്റിയിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടണില്ല. ഇപ്പോൾ ഒരാൾ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് സ്ഥിരമായിട്ട് വന്നിട്ട് ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റണില്ല, പുറത്ത് പോകാൻ പറ്റണില്ല, അതൊന്നും ചെയ്യാൻ പറ്റണില്ല, അവർക്ക് വേണ്ടിയിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാലും പോലെ അങ്ങനെയും നമ്മൾ പണികൾ ചെയ്തു കൊടുക്കുകയാണ്. പക്ഷെ അത് നമ്മൾ ഡിസർവിങ് ആണെന്നുള്ള രീതിയിൽ ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതല്ലേ, ഇതിലെന്താ ഒരു തെറ്റ് എന്നുള്ള രീതിയിൽ അതിനെ ന്യായീകരിക്കുകയും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലൈഫില്ല എന്നൊക്കെ വിചാരിക്കുകയും ചെയ്യുന്നതാണ് പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ദ വേഴ്സ്റ്റ് സിറ്റുവേഷൻ ഓഫ് വിമൻ എന്ന് പറയാവുന്നത്. അവർക്ക് അതിൻ്റെ ഒരു മറുവശം ആലോചിക്കാനുള്ള കപ്പാസിറ്റി പോലും ഉണ്ടാവണില്ല. പിന്നെ ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒപ്രസീവ് പ്രാക്ടീസസ് ആണ് പറയുന്നത്. പർദ സിസ്റ്റം ഒന്നും ഇപ്പം അധികമില്ല തോന്നുന്നു. അതായത് ഫീമെയിൽ സെക്ലൂഷനാണ്, പെൺകുട്ടികളിങ്ങനെ അടച്ചു പൂട്ടിയിടുക, ഒരു അധികം പുറത്തിറങ്ങാൻ പറ്റില്ല. പർദ സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ പണ്ട് ആണെങ്കിൽ അത് ഈ മുഗൾ ഇൻവേർഷനൊക്കെ വന്നപ്പോഴാണ് ഈ പർദ സിസ്റ്റം ഇന്ത്യയിലേക്ക്, നമ്മുടെ ഭാഗങ്ങളിലേക്കൊക്കെ അധികം വന്നത്. അത് പുറത്തു പോകാനോ വിദ്യാഭ്യാസം അനുഷ്ഠിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. ഇനി അതന്നെയാണെങ്കിലും ഡ്രസ് കോഡുകളൊക്കെ ഉണ്ട്, വീട്ടിലിരിക്കുകയാണെങ്കിലും അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പർദ സിസ്റ്റത്തിൽ. നമ്മുടെ ഇപ്പോഴൊന്നും അധികം ഇല്ല, എന്നാലും നോർത്തിലൊക്കെ ഉണ്ട് തോന്നുന്നു. ഈ തലയിൽ ഇങ്ങനെ സാരി കൊണ്ടൊക്കെ തന്നെ നമ്മുടെ മുഖം മറിച്ചിട്ട്, ഇൻലോസിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഭർത്താവിന് മാത്രമേ മുഖം കാണിച്ചു കൊടുക്കുള്ളൂ, ഇൻലോസിൻ്റെ അടുത്തൊന്നും മുഖം പോലും മൂടിയിട്ട് വേണം. അടുക്കളയിൽ നമ്മൾ ചായ വയ്ക്കുകയാണെങ്കിൽ പോലും ഇതിട്ട് മൂടിയിട്ട് വേണം നമ്മൾ ചെയ്യാമെന്നൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകൾ ചിലയിടത്തെങ്കിലും നിലനിൽക്കുന്നുണ്ട്. അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഏരിയാസിലാണ് ഇപ്പോഴും ഇങ്ങനത്തെ നിൽക്കുന്നത്. പിന്നെ സതി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അതേ ചിതയിൽ ചാടി മരിക്കുക. അതായത് ഭർത്താവ് അല്ലാണ്ട് നമുക്ക് വേറൊരു ലോകമില്ല, ഒരു ആണിനെ ഡിപ്പെൻഡ് ചെയ്തല്ലാണ്ട് ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ സതിയിൽ കൂടെയൊക്കെ വരുന്നത്. പിന്നെ ഡൗറി സിസ്റ്റം അന്നുണ്ട് ഇന്നുണ്ട്. അതിൻ്റെ പേരും രൂപമൊക്കെ ഒന്ന് മാറുന്നതുള്ളൂ. പോക്കറ്റ് മണി ആവും, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആവും, ഇന്ന് അതൊക്കെയാവും പേര് എന്നുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ ചൈൽഡ് മാരേജ് ആണ് അടുത്ത് പറയുന്നത്. ചൈൽഡ് മാരേജ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ലീഗൽ ഏജ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് 18, ആൺകുട്ടികൾക്ക് 21 ആണ്. ആൺകുട്ടികൾക്ക് വലിയ പ്രശ്നമില്ല,
ഇനിയിപ്പോൾ അവരായിട്ട് പ്രേമിക്കും ഒളിച്ചോടും അങ്ങനത്തെ ഒക്കെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുക, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു ജോലിയൊക്കെ കിട്ടി ലൈഫിൽ ഫിനാൻഷ്യലി സെറ്റിലായി എന്ന് തോന്നുമ്പോഴാണ് അവർ കല്യാണമൊക്കെ കഴിക്കുക. പക്ഷെ പെൺകുട്ടികളുടെ കേസ് അങ്ങനെയല്ല. അവർ 18 ആവാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ഒരു കേസായാലോ ലീഗലായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് 18 ആവാൻ കാത്തുക, 18 ആയി എന്നുണ്ട് പിറ്റേ ദിവസം കല്യാണം വയ്ക്കുന്ന അവസ്ഥകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ലീഗൽ ഏജ് 18 എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബയോളജിക്കൽ കൺസിഡറേഷനൊക്കെ വെച്ചിട്ടാണ് 18 വയ്ക്കുന്നത്. പക്ഷെ നമ്മൾ വളരെ യങ് ഏജാണ് കല്യാണം കഴിക്കാനും അങ്ങനെ ഒരു ഫാമിലി ലൈഫൊക്കെ ലീഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സെന്നൊക്കെ പറയുന്നത് വളരെ യങ് ഏജാണ്. നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അതല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു പ്രൈം ടൈം, ലൈഫിൻ്റെ ഒരു പ്രൈം ടൈമിൽ പോയിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. ചിലവർക്ക് അത് കഴിഞ്ഞിട്ടും ചെയ്യാൻ പറ്റും, ചിലവർ എന്ത് ചെയ്യും അവിടെ സ്റ്റക്കായി പോകും. കല്യാണത്തിന് ശേഷം ഫാമിലിയിൽ അതിൽ തന്നെ നിൽക്കേണ്ട ആവശ്യങ്ങൾ വരും, അതിന് പുറത്തേക്ക് കിടക്കാൻ പറ്റാണ്ടൊക്കെ. അങ്ങനെയൊക്കെ അതല്ലാത്ത വേറൊരു ചോയ്സ് ഇല്ലാത്ത പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ കുറച്ചും കൂടെയൊക്കെ ലിബറലാണ് ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ. പാരൻസൊക്കെ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആണ്. ആ എഡ്യൂക്കേഷൻ്റെ ഒരു വ്യത്യാസം നമ്മുടെ സൊസൈറ്റിയിലൊക്കെ കാണുന്നുണ്ട്. സ്റ്റിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്രയും പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ പണ്ടുള്ള അത്രയും പ്രോമിനൻ്റ് ആയിട്ടല്ലെങ്കിലും നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി തന്നെയാണ്. ആ ഒരു ഫ്ലോയിലാണ് ഇപ്പോഴും പോകുന്നത്. മാറ്റങ്ങളുണ്ട്, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ഈ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഇതേ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെയാണ് ഈ പാട്രിയാർക്കിയിൽ പറയാനുള്ളത്, പാട്രിയാർക്കി ആൻഡ് ജെൻഡർ എന്നുള്ളതിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. പിന്നെ എന്നും പറയണ പോലെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്